ആദ്യം സൂചിപ്പിക്കാനുള്ള ഈ പുസ്തകത്തിൻ്റെ ഉറവിടത്തൊക്കെ എങ്ങനെയാണ് പുസ്തകം ജനിക്കുന്നത്? എല്ലാത്തിനും ജനനത്തിന് കാരണമുണ്ടാവും. പ്രകൃതിയിൽ എന്തും വിത്തിട്ടാലാണ് മുളക്കുക. അതൊക്കെ അങ്ങനെ ഓരോന്നിനൊരു കാരണം ഉണ്ടാവില്ല. അതിനൊരു നിമിത്തം ഇതിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ കരടനും അയച്ചു തന്നിരുന്നു ഡ്രാഫ്റ്റ്. അതിൻ്റെ ഒറിജിനൽ ഞാൻ വായിച്ചു നോക്കിയില്ല. ഒറിജിനലും കരടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ആ കരടിനകത്ത് പറഞ്ഞിട്ടുള്ളത് തൻ്റെ മകൾ ചായനൊന്ന് എഴുതിക്കൂടെ, ചായൻ്റെ അനുഭവങ്ങൾ നമുക്കറിയണ്ടേ, ഇവിടെയുള്ളവർക്ക് അത് മനസ്സിലാക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ജന്മദിനത്തിൽ എഴുതാനുള്ള പുസ്തകം മകൾ കൈമാറുകയാണ്. മകൾ ഇവിടെയുണ്ട്, ഞാൻ അവിടെ പോയില്ല. അങ്ങനെ പുസ്തകം വാങ്ങി വെച്ചു. ആളുമാരി കിടക്കുകയാണ് എഴുതാനുള്ള പുസ്തകം. വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ, സ്കൂളുകൾ, ചരിത്രത്തിലേക്കുള്ള ഒരു നോട്ടവുണ്ട്. അന്നത്തെ സംഭവങ്ങൾ പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്കൂളുകളും അന്നത്തെ സ്കൂളുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നത്തെ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വേഷ സംവിധാനങ്ങളും അത് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നത്തെ അവസ്ഥയെ എന്താണ്, ആ സമൂഹത്തിൽ വന്നിട്ടുള്ള വളരെ പ്രകടമായ സോഷ്യൽ ചേഞ്ച് അടിസ്ഥാനപരമായും അല്ലാതെയുമുള്ള സാമൂഹ്യ മാറ്റങ്ങൾ ആദ്യമായി പല ഘട്ടങ്ങളിലായി പറഞ്ഞു പോകുന്നു. വിദ്യാഭ്യാസ കാര്യത്തിൽ അദ്ദേഹത്തിന് അത്ര വലിയ മിടുക്കനായ വിദ്യാർത്ഥിയുമായിരുന്നില്ല. മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നില്ല, അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. സാധാരണ അനുഭവിക്കുന്ന അസുഖങ്ങളൊക്കെ ഒന്നാം പെട്ടെന്ന് കാണിക്കാൻ സൗകര്യമുള്ള ഒരാളുകൾ സമയത്ത് നമ്മളെങ്കിലേക്ക് പിതാവിനെ പോലും പല പ്രാവശ്യമായി വന്ന് കാണിക്കാനൊക്കെ കഴിഞ്ഞ സംഭവമാണ്. അതിനുശേഷം നമ്മളെക്കാട് വന്ന ഒരു ഡോക്ടറെ വിളിച്ചാല് അദ്ദേഹം ഹോമിയോ ചികിത്സയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ചികിത്സ കേന്ദ്രമായിരുന്നു ഡോക്ടർ അറിയിച്ചത്. കാരണം ഹോമിയോ ആണ്, തുച്ഛമായ പൈസയ്ക്ക് കാര്യങ്ങൾ നടക്കും. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ സമീപിച്ചാൽ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ചികിത്സ ലഭിച്ചാലും ഇല്ലെങ്കിലും ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു ആശ്വാസമാണ്. അതിന് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനങ്ങൾ, ആ കാലഘട്ടത്തിലെ ജനങ്ങൾ സമീപിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ. ഒരു ഡോക്ടർ എന്ന നിലയിൽ മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, കർഷക തൊഴിലാളികളുടെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദിവാസികളുടെ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ പല നക്സൽ പ്രവർത്തനം പറയാൻ കുറഞ്ഞു പോയ സമയത്ത് എങ്കിലും പല രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തി ഇപ്പോൾ CPI വന്നിട്ട് അപ്പോഴും ഞാൻ പറയും അമ്പിയുടെ വിപ്ലവ ജ്വാല ഇപ്പോഴും ഒടുങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അമ്പിയുടെ വിപ്ലവത്തിന്റെ സ്പിരിറ്റ് കുറഞ്ഞു പോയി എന്ന് ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് തോന്നുകയില്ല. അമ്പിയുടെ മനസ്സിൽ ഇപ്പോഴും ആ തീരുന്നുണ്ട്. ഈ നാട്ടിൽ ഇവരൊന്നും പോരാ, ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് മാറണം, ആദിവാസികളുടെ അവസ്ഥ മാറണം. നമ്മുടെ നാട്ടിൽ കാർഷിക പരിഷ്കരണം ഇനിയും വരണം, രണ്ടാം കർഷക പരിഷ്കരണ പ്രസ്ഥാനം വരണം എന്നൊക്കെ പറഞ്ഞിരുന്ന കേട്ടോണ്ടായിരുന്നു. ഞാൻ പറയുന്നു, ആദിവാസികൾക്ക് കൂടി കിട്ടണം, ദരിദ്രർക്ക് കൂടി കിട്ടണം. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മൾ തുടങ്ങി വെച്ച കാലം മുതൽ നക്സൽബാരി പുസ്തകാലം തുടങ്ങി വെച്ച കാലം മുതൽ ഉണ്ടായിരുന്നു. അവിടെ ആകെ ഈ നമ്മുടെ നാട്ടിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുണ്ടായിരുന്ന നേട്ടം എന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ രാഷ്ട്രീയ ക്ഷേത്രത്തിലേക്ക് വന്ന അന്ന് മുതലാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയമുള്ളത്. ഡോക്ടർ അമ്പിച്ചായൻ എന്താ പറയുന്നത് എനിക്കറിയില്ല. കാരണം നമ്മുടെ പഞ്ചായത്തിൻ്റെതായെങ്കിൽ കൂടെയും എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളൊപ്പം കിട്ടുന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പളക്കാട്ടുകാരുടെ